ഹലോ ഗായ്സ്, എല്ലാവർക്കും mtnpro പുതിയൊരു വീഡിയോയിലേക്ക് സസ്നേഹം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു രസകരമായിട്ടൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് മാഗി, അതായത് നമ്മൾ നൂഡിൽസ്. ഈ നൂഡിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പൊട്ടിപ്പോയ പാത്രം അല്ലെങ്കിൽ കപ്പൊക്കെ എങ്ങനെയാണ് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു നൂഡിൽസിൻ്റെ പാക്ക് ഉണ്ട്, നമ്മുടെ മാഗിൻ്റെ 2 മിനിറ്റ് നൂഡിൽസിൻ്റെ ഒരു പാക്ക് ഉണ്ട്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ പൊട്ടിപ്പോയ ഈ കപ്പ് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ഫ്രണ്ട്സ്, ഈ ഒരു കപ്പാണ് നമ്മളിന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ഒരു സൈഡ് പീസ് തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. സോ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നൂഡിൽസ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകണം. സാധാരണ നമ്മൾ സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ തന്നെ ഒരു മിക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനത് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കിതുപോലത്തെ ഒരു പൗഡർ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു പൗഡർ രീതിയിലാക്കിയെന്നുള്ളൊരു സംശയം ഉണ്ടാവും, അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കപ്പിൻ്റെ പുറം വശത്ത് ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടിയ ഭാഗത്ത് എന്ത് ചെയ്യാം, ഒന്ന് കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പൊടിച്ച് വെച്ച നൂഡിൽസിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ ഗ്യാപ്പ് നമ്മുടെ നൂഡിൽസ് പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കപ്പിൻ്റെ എത്രത്തോളം തിക്നെസ് ഉണ്ടോ അത്ര മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഒരു ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഇട്ട് വെച്ച ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും പ്രോപ്പറായിട്ട് എത്തുന്നുണ്ടോ എന്ന് മാത്രം ഉറപ്പുവരുത്തുക. നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫെവിക്വിക്ക് ആയതുകൊണ്ട് അധികം ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. ഒരു 2 മിനിറ്റ് മാത്രമേ ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകണം. എന്നിട്ട് ഈ ഭാഗത്തും നമ്മുടെ നൂഡിൽസിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഫെവിക്വിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 സൈഡും നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് സാൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകണം. നമ്മുടെ കപ്പിൻ്റെ 2 സൈഡിലും പുറത്തോട്ടും ഉള്ളിലോട്ടൊക്കെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഒരേപോലത്തെ പ്രോപ്പറായിട്ട് സർഫേസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡൊന്ന് സാൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകണം. സോ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സർഫേസ് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കപ്പിൻ്റെ എഡ്ജ് കൂടെ ഒന്ന് സെറ്റായി കിട്ടാണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഭാഗത്ത് മാത്രം ഒരു ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ മാത്രം കുറച്ച് നമ്മൾ നൂഡിൽസിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാം.
അപ്പോൾ ഗായ്സ് നമുക്ക് നല്ലൊരു ഫിനിഷിങ് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അടിപൊളിയായിട്ടൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ നൂഡിൽസ് പൊടിച്ചെടുത്തത്. നമ്മളെ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം മാത്രം ഒന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. സോ ഗായ്സ് നമ്മുടെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ